എല്ലാവർക്കും നമസ്കാരം. ഹൗ ടു ഓവർകം ഫിയർ ആൻഡ് ആൻസൈറ്റി. നമുക്ക് നമ്മുടെ ഫിയർ, ആൻസൈറ്റി അല്ലെങ്കിൽ പെയിൻ എന്ന് പറയുന്നത് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. 11 രീതിയിലാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. അപ്പം അതിലാദ്യത്തെ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞാൽ അത് അപ്പാടെ അങ്ങോട്ട് പോകട്ടെ. നിങ്ങൾക്കുണ്ടാകുന്ന പെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള പെയിൻ ഒരു 2 ആഴ്ച മുമ്പായിരിക്കാം, 10 വർഷം മുമ്പായിരിക്കാം, അല്ലെങ്കിൽ 20 വർഷം മുമ്പായിരിക്കാം. അങ്ങനെ പണ്ടെങ്ങാനോ സംഭവിച്ച ഒരു പെയിനാണ് നമ്മൾ ഇപ്പോഴും ഹോൾഡ് അല്ലെങ്കിൽ ഹോണ്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മൾ ആ പെയിനെ മുറുകെ പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് അത്രയും വർഷത്തെ ആ ഒരു ഭാരം നമുക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ഹാൻഡ് കർച്ചീഫ് തന്നെ നമ്മളൊരു ദിവസം മുഴുവൻ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അൺകംഫർട്ടബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സാധനം ഒന്ന് മാറ്റി വെക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് പെയിൻ്റെ കാര്യം. നമ്മൾ എത്രത്തോളം ആ സാധനത്തിനെ എന്തായാലും അത് സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയ പെയിൻ ആയിക്കോളെ, ചിലപ്പോൾ അപമാനിക്കപ്പെട്ടതായിരിക്കാം, എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കാം, അത് നമുക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള വലിയ റിലേഷൻഷിപ്പ് മാറിപ്പോയതായിരിക്കാം. ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ, എന്തോ ഒരു പെയിൻ ആയിക്കോട്ടെ, ആ സാധനത്തിനെ നമ്മൾ വിട്ട് കളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് എത്രത്തോളം നമ്മൾ മുറുകെ പിടിക്കുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിന്, ശരീരത്തിന് അത് സ്ട്രെസ്, ആൻസൈറ്റി ആയിട്ട് അവസാനം രോഗങ്ങൾ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ലെറ്റ് ഇറ്റ് ഗോ എന്ന് തന്നെയാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വേ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റൂട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന, അതായത് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ആരെയും വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആരെയും കളിയാക്കിയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ കാരണം കൊണ്ടായിരിക്കും ഇന്ന് നിങ്ങൾ കാണുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. ഒരുപാട് സംസാരിക്കുന്ന ആളുകളായിരിക്കാം ചെറുപ്പത്തിൽ. പക്ഷെ എന്തെങ്കിലും ഒരു ചീത്തയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു അപമാനിക്കപ്പെട്ട വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? പതുക്കെ ആ ഒരു സ്വഭാവമൊക്കെ മാറ്റി വെച്ചു. ഒരു എന്താ പറയുക, ഒരു മുഖം മൂടി നിങ്ങൾ അണിഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പഴയ ക്യാരക്ടർ തിരിച്ചു വരാണ്ടിരിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പെയിൻ ഉണ്ടായിരിക്കും. നിങ്ങളല്ലാതായി മാറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു പെയിൻ ഭയങ്കരമായിട്ട് അനുഭവപ്പെടും. അപ്പം എന്ത് ചെയ്യുക? നമ്മൾ എന്താണോ നമ്മുടെ പെയിൻ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ്. ആ ഒരു കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യുക. അത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് അതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു കാരണം അല്ലെങ്കിൽ അതൊരു വേ ആയിട്ട് മാറും. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂം ഔട്ട് ഫ്രം ദ വർക്ക് എന്നാണ്. നമ്മളൊരു കാര്യം കാണുന്നത് ഒന്ന് മാറി നിന്നൊന്ന് കണ്ടു നോക്കുക. ഇത് ഞാൻ അല്ല, ഓക്കെ, ഞാൻ ഈ ഒരു സംഭവത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അവിടെ പ്രതികരിക്കുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ഞാൻ ഒന്നും മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംഭവം നടന്നു പോവുക എന്നുള്ളത്. അപ്പോൾ ആ പെയിൻ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാറിപ്പോവും അല്ലേ. നമ്മളവിടെ പ്രതികരിക്കുന്നില്ല, നമ്മൾ മാറി നിന്ന് ഈ പ്രശ്നത്തിലേ ഞാനില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ പെയിൻ്റെ ആവശ്യമില്ല അവിടെ അല്ലേ, ആ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് വേറൊരു രീതിയിൽ, വേറൊരു കാഴ്ചപ്പാടിൽ നമുക്കതിനെ നോക്കാം. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ വർക്കിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാം, അല്ലെങ്കിൽ വർക്കിനെ നമുക്ക് ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാം. ഇതിലേതാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ നോക്കുക എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഈസി ആയിട്ട് തോന്നും. നമ്മൾ വെറുത്ത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാണ്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര പെയിൻ തന്നെയായിരിക്കും. അപ്പം അതിനെ ഇഷ്ടപ്പെട്ട ആ ഒരു വർക്കിൽ നിന്ന് മാറി നിന്ന് ഞാൻ ചെയ്യുന്ന ഈ കാര്യം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നുണ്ടോ, എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് മാറി നിന്ന് ആ വർക്കിലൊന്ന് ചെയ്ത് നോക്കുക. ഈവൻ വീട്ടുജോലി ആയപ്പോൾ നമുക്കത് ചെയ്യാം അല്ലെ. ഒരു പാട്ടൊക്കെ വെച്ച് നമ്മളത് ചെയ്യുമ്പോൾ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ എല്ലാം ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാമെന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേച്ചർ അല്ലെങ്കിൽ ആർട്ടിനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ്. നമ്മുടെ പെയിൻ റിലീസാക്കാൻ അല്ലെങ്കിൽ റിലീഫ് നൽകാനായിട്ട് ഇത് ഭയങ്കര നല്ലൊരു മെത്തേഡാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ടൂറൊക്കെ പോണത്. ഒരു നേച്ചറായിട്ടുള്ളൊക്കെ ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു റിലീഫ് നൽകുന്ന ഒരു കാര്യമാണ്. ഈവൻ നമ്മുടെ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങി ആ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ഒന്ന് നോക്കുന്ന ഒരാളാണെങ്കിൽ ആ പക്ഷികളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ശബ്ദവും ആ ഒരു മോർണിംഗ് അല്ലെ, ഏർലി മോർണിംഗിൻ്റെ ആ ബ്ലിസ്ഫുൾ ആ ഒരു മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഒരുപാട് പെയിൻ അങ്ങോട്ട് റിലീസായി പോകണം കാണാനായിട്ട് പറ്റും. കാരണം നമ്മുടെ മനസ്സ് ഭയങ്കര രസത്തിൽ, കാരണം യൂണിവേഴ്സിന് നേച്ചറായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും കിടക്കല്ലേ. അപ്പോൾ നമുക്കും ആ ഒരു പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ യൂണിവേഴ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നും, എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും. അത് ഒരു മെത്തേഡാണ്. അതുപോലെ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക്ഫുൾനെസ് ആണ്. താങ്ക്ഫുൾനെസ് എന്താണ്? നമ്മുടെ മൈൻഡിന് ഒരു കാര്യത്തിൽ ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? താങ്ക്ഫുൾ ആവുകയാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് എന്നർത്ഥം. ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ
ലാക്ക് അല്ലെ, ഇല്ലായ്മ എന്ന് പറഞ്ഞ സാധനം നമ്മൾ മാറ്റിക്കളയും. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നല്ല സാധനങ്ങളുണ്ട്, ഞാൻ അതിൽ ഗ്രേറ്റ്ഫുൾ ആണ്, ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ജോയ് എന്ന് പറഞ്ഞ സാധനം ഞാൻ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ പെയിൻ അങ്ങോട്ട് അപ്പാടെ അങ്ങോട്ട് മാറിപ്പോകും. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പിറേഷനിലാണ്. ഇൻസ്പിറേഷൻ ചെയ്യാനായിട്ട് എന്താവും, മോട്ടിവേഷണൽ വീഡിയോസ് സഹായിക്കും, ഓഡിയോ ബുക്സ് സഹായിക്കും, ബുക്സ് സഹായിക്കും. ഈ പറയുന്ന മറ്റു ചില ആളുകളുടെ വാക്കുകൾ, ചില ആളുകൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവും, ഇൻസ്പിറേഷൻ ആവും. അപ്പോൾ ഇത് നമ്മുടെ ആ പെയിനെ ഓക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ, അപ്പം എൻ്റെ വേദന ഒന്നുമല്ല, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ, ഇനി ഞാൻ മുമ്പോട്ട് പോവുകയാണ്. കാരണം എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എങ്ങനെയോ ആയിക്കോട്ടെ, അത് പ്രശ്നമല്ല. നമ്മൾ ഇനി എടുക്കുന്ന തീരുമാനം, ഇനി എടുക്കാൻ പോകുന്ന ഡിസിഷൻസ് ഒക്കെയാണ് ഫ്യൂച്ചറിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കര ബ്രോക്കായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ബുക്സിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓക്കെ, എല്ലാ മൊമെൻറ്റും ന്യൂ മൊമെൻ്റാണ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു പെയിനൊക്കെ പോകും. എന്നിട്ട് പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ കോൺഫിഡൻറ്റോടെ ചെയ്യാനായിട്ട് പഠിക്കും. അടുത്തത് ഓഫ് കോഴ്സ് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ ഭയങ്കര ക്വൈറ്റ് സ്റ്റില്ലൊക്കെ ആക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുവഴി നമ്മുടെ പെയിനെ നമുക്ക് എടുത്ത് കളയാനായിട്ട് സാധിക്കും. അടുത്തത് എക്സസൈസാണ്. എക്സസൈസ് നമ്മുടെ ബോഡിക്ക് അല്ലെ, മൈൻഡിന് മെഡിറ്റേഷൻ പോലെയാണ് ബോഡിക്ക് എക്സസൈസ്. എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ കോൺഫിഡൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആവും, കുറച്ചും കൂടെ സ്ട്രോങ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡും സ്ട്രോങ് ആവും. ഓക്കെ, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ സ്ട്രോങ് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറാനായിട്ട് കാണാം. അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് അല്ലെങ്കിൽ നല്ല മണങ്ങൾ. ഓക്കെ, അത് ഇപ്പോൾ ഡിഫ്യൂഷൻ ഓയിലാവാം, ഓയിൽ ഡിഫ്യൂസേഴ്സ് ആവാം, അതൊക്കെ ഉപയോഗിച്ച് നല്ല എന്താ പറയുക, നല്ല നല്ല മണങ്ങളൊക്കെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് ആ റൂമിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഭയങ്കര രസമുള്ള കാര്യമായിട്ട് മാറും. അത് പെർഫ്യൂമിൻ്റെ സ്മെല്ലാവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൂവിൻ്റെ മണമായിരിക്കാം. അങ്ങനെ ആ ഒരു നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്ന ഒരു റൂമിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്മെല്ലൊക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിന് ആ ഒരു ഭയങ്കര സൂത്താകാനായിട്ട് സാധിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 5, 4, 3, 2, 1 മെത്തേഡാണ്. ഇത് ജയ് ഷെട്ടിയുടെ നമ്മൾ പണ്ട് അല്ലെങ്കിൽ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് 5, 4, 3, 2, 1 മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരിക എന്നുള്ളത്. പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് എങ്ങനെയാണ് വരിക, 5 തിങ്സ് നിങ്ങൾ കണ്ണ് തുറന്ന് 5 കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതൊന്ന് നോട്ട് ചെയ്യുക, 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റണമെന്ന് നോക്കുക, 3 കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത് എന്ന് നോക്കുക, 2 കാര്യങ്ങൾ നിങ്ങൾക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളൊന്ന് നോക്കുക, ഒരു കാര്യം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇങ്ങനെ 5, 4, 3, 2, 1 എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ആ പറയുന്ന പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നമ്മുടെ ആ ഒരു മനസ്സിനെ സ്റ്റഡിയാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തും. അതുപോലെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട്സാണ്. സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചില സമയത്ത് നമുക്ക് ഭയങ്കര കാമായിട്ട് ഒരു സൗണ്ടും ഇല്ലാണ്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ തോന്നും. ചില സമയത്ത് നമുക്ക് അടിച്ചുപൊളി പാട്ട് കേൾക്കാൻ തോന്നും. ചില സമയത്ത് നമുക്ക് മെലഡി അല്ലെങ്കിൽ റൊമാൻറ്റിക് പാട്ട്, ചില സമയത്ത് നമുക്ക് മെഡിറ്റേഷൻ മ്യൂസിക് ഒക്കെ കേൾക്കാൻ തോന്നും. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് രീതിയിൽ അത് നമ്മുടെ മൂഡ് അനുസരിച്ച് ആണ് നമുക്ക് തോന്നുക അല്ലേ. ചില സമയത്ത് നമുക്ക് ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു അടിച്ചുപൊളി പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് നിന്ന് ഡാൻസ് ചെയ്യാൻ തോന്നും. അപ്പോൾ ആ സമയത്ത് എന്തോ ആ ഒരു മൂഡിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതിന് ആ ഒരു പാട്ടിന് ഭയങ്കര ശക്തിയുണ്ട്. ഒഫ്കോഴ്സ് ഇപ്പോൾ എന്താ പറയുക, ഈ പാട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറാപ്പി നമ്മൾ പറയില്ല, മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ഭയങ്കര റിലാക്സ് ആക്കാൻ, അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഡിസീസസിനെ കുറയ്ക്കാൻ പോലും ഈ പറയുന്ന മ്യൂസിക്കിന് ഭയങ്കര അധികം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിടെ മൂഡിന്, ആ മൂഡിൽ നിങ്ങൾക്ക് ഉറങ്ങാനാണ് തോന്നുന്നതെങ്കിൽ ഉറങ്ങാനുള്ള പാട്ടുകൾ ഇട്ട് നോക്കാം, മെഡിറ്റേഷൻ മ്യൂസിക് ഒക്കെ ഇട്ട് നോക്കാം. അപ്പോൾ ഈ പറയുന്ന എല്ലാ പാട്ടുകളും പല രീതിയിൽ പലർക്കും പല രീതിയിലായിരിക്കും വരിക, അല്ലെങ്കിൽ പല മൂഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലായിരിക്കും പാട്ടുകൾ കേൾക്കാനായിട്ട് തോന്നുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ പെയിൻ കുറയ്ക്കാനായിട്ട് എന്താണ് മ്യൂസിക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കുക, അത് ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് 11 വേസ് നമ്മുടെ ഫിയർ ആൻഡ് ആൻസൈറ്റി കുറയ്ക്കാനും അല്ലെങ്കിൽ ഓവർകം ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതികളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സ്ട്രെസ് ആൻസൈറ്റി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ട് തരാം. ദിസ് ഈസ് സൈനിങ് ഓഫ്.